കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ UDF ഉളിക്കൽ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാപ്പകൽ സമരം സംഘടിപ്പിച്ചു. ഉളിക്കൽ ടൗണിൽ നടന്ന സമരം മുസ്ലിം ലീഗ് ഇരിക്കൂർ നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി TNA ഖാദർ ഉദ്ഘാടനം ചെയ്തു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ഫണ്ട് വെട്ടിക്കുറച്ച് നടപടി തിരുത്തുക, വന്യമൃഗശല്യം തടയാൻ അടിയന്തര നടപടി സ്വീകരിക്കുക, റബ്ബർ ഉൾപ്പെടെയുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് താങ്ങുവില നിശ്ചയിക്കുക, കർഷകരോടുള്ള അവഗണന അവസാനിപ്പിക്കുക, ആശാവർക്കർമാരുടെ സമരം ഒത്തുതീർപ്പാക്കാൻ നടപടി സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഉളിക്കൽ പഞ്ചായത്ത് UDF കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഉളിക്കൽ ടൗണിൽ രാപ്പകൽ സമരം നടത്തിയത്. മുസ്ലിം ലീഗ് ഇരിക്കൂർ മണ്ഡലം ജനറൽ സെക്രട്ടറി TNA ഖാദർ സമരം ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, ഈ സംസ്ഥാന ഗവൺമെന്റ് മേനി നടിക്കുന്നത് നമ്മുടെ നാട്ടിലെ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും ഒക്കെ നടപ്പിലാക്കുന്ന പദ്ധതികളുടെ പേരിലാണ്. സ്വന്തമായി ഒന്നും നടപ്പിലാക്കാൻ ഈ ഗവൺമെന്റ് സാധിക്കാത്ത ഘട്ടങ്ങളിലൊക്കെ അല്പമെങ്കിലും ഈ സർക്കാരിന് മേനി നടിക്കാൻ സാധിച്ചിട്ടുള്ളത് നമ്മുടെ നാട്ടിലെ പ്രാദേശിക ഗവൺമെന്റുകൾ നടപ്പിലാക്കിയ പദ്ധതികളിലൂടെയാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, കോവിഡ് കാലത്ത് ഈ നാട്ടിൽ ഏറ്റവും സ്തുത്യർഹമായി പ്രവർത്തനം നടത്തിയിട്ടുള്ളത് നമ്മുടെ നാട്ടിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. ഇപ്പൊ പിണറായി വിജയനും അവരുടെ ആളുകളും പറയാറുണ്ട്, ഞങ്ങളാണ് നിങ്ങളെയൊക്കെ തീറ്റിപ്പോറ്റിയത് കോവിഡ് കാലത്ത് എന്നാണ് അവർ പറയാറുള്ളത്. ഞങ്ങൾ കാരണമാണ് നിങ്ങൾ ജീവിച്ചിരിക്കുന്നത് എന്നാണ് നമ്മുടെയൊക്കെ മുഖത്ത് നോക്കി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ അനുയായികളും പറയാറുള്ളത്. ഞങ്ങളാണ് നിങ്ങളെ പോറ്റിയത്, ഞങ്ങളാണ് നിങ്ങൾക്ക് ഭക്ഷണം വിളമ്പിയത് എന്നൊക്കെയാണ് പറയാറുള്ളത്. അത് ഏറ്റവും പ്രധാനമായി അവർ പറയുന്നത് സമൂഹ അടുക്കളയെ കുറിച്ചാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, സമൂഹ അടുക്കള കോവിഡ് കാലത്ത് നടപ്പിലാക്കിയത്. ഈ സർക്കാരിന് ഒരു നയാ പൈസയുടെ ചെലവ് പോലും ഉണ്ടായിരുന്നില്ല. സമൂഹ അടുക്കള നടപ്പിലാക്കിയ ഈ നാട്ടിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. സംസ്ഥാന ഗവൺമെന്റിന്റെ ഒരു നയാ പൈസ പോലും അതിന് ഫണ്ടുണ്ടായിരുന്നില്ല. നമ്മുടെ നാട്ടിലെ പഞ്ചായത്ത് മെമ്പർമാരും പഞ്ചായത്ത് പ്രസിഡന്റുമാരും മുനിസിപ്പൽ ചെയർമാൻമാരും കൗൺസിലർമാരും ഒക്കെ ചേർന്ന് നാട്ടുകാരുടെ സഹകരണത്തോടുകൂടി സഹായത്തോടുകൂടി പിരിവെടുത്തുകൊണ്ടാണ് കോവിഡ് കാലത്ത് സമൂഹ അടുക്കള നടത്തിയത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അഹമ്മദ് കുട്ടി ഹാജി സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ ടോമി ജോസഫ് അധ്യക്ഷനായി. ബെന്നി തോമസ് മുഖ്യപ്രഭാഷണം നടത്തി. അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA, ചാക്കോ പാലക്കലോടി, PC ഷാജി, AJ ജോസഫ്, സമീറ പള്ളിപ്പാത്ത്, ജോസ് പൂമല, ബിജു വെങ്ങലപ്പള്ളി, ഇന്ദിര പുരുഷോത്തമൻ, രതിബായ് ഗോവിന്ദൻ, ആയിഷ ഇബ്രാഹിം, ശ്രീദേവി, CP മുഹമ്മദ് ദാവൂദ്, M അസീസ്, CM മുജീബ് റഹ്മാൻ, പ്രിൻസ് P ജോർജ്, അൻവർ CP, കുര്യാക്കോസ് മണിപ്പാടത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ A-Channel. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ 9447691771 9074215391. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ A-Channel ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. മുഴുവൻ എടുത്തു വെച്ചില്ലേ? അതെന്ത് ചോദ്യാന്ന്? ആരെങ്കിലും ഒട്ടുപാലം എടുക്കാണ്ട് പോവാ? ഒട്ടുപാലം കെട്ടിപ്പിടിച്ചങ്ങോട്ട് ഇരുന്നോ? എന്റെ മനുഷ്യ ഈ റബ്ബർ ഷീറ്റ് ഇങ്ങനെ കുന്നുകൂട്ടിട്ട് എന്തോ ഉണ്ടാക്കാനാ? എന്നെ എന്തായാലും മതി, എന്റെ ഷീറ്റിനാവ കളിച്ച് എന്റെ കയ്യിൽ നിന്ന് മേടിക്കുന്നീ. അത് കറക്റ്റ്. ഉള്ള സമയത്ത് ഇതൊക്കെ ഒന്ന് തൂക്കി വിട്ടിട്ട് കാശൊന്നും കൊണ്ടെത്താ മനുഷ്യ. MS ഗോൾഡ് പോയി കുറച്ച് സ്വർണ്ണം വാങ്ങട്ടെ. അത് യോർന്ന് എന്ത്? ഇതിന്റെയൊക്കെ വില എപ്പോഴാ കുത്തനെ വീഴുന്ന ആർക്കറിയാം മനുഷ്യൻ. സിസിലി ആ പറഞ്ഞത് നേരാണ്. റബ്ബർ ഷീറ്റിന്റെ വില സ്ഥായിയല്ല, എപ്പോ വേണമെങ്കിലും താഴേക്ക് പോകാം. പക്ഷെ സ്വർണത്തിന്റെ വില അങ്ങനെയല്ല, അത് റോക്കറ്റ് പോലെ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞു കൊടുക്കും മാഷേ. മാത്രവുമല്ല, MS ഗോൾഡിന്റെ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ പണിക്കൂലിയുമില്ല. എന്റെ പുടിയെ MS Gold and Diamonds, Iriti, Peravur, Ramanagara, Kanagapura, the real source of purity.